അടിപൊളി കൂടെ ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് വേണ്ടത് 4 അടിയുള്ള ഗ്രില്ലും പിന്നെ 2 ഫാൻ ഗ്രിൽസും ആണ് നമുക്ക് വേണ്ടത്. നമുക്ക് ആദ്യം തന്നെ ഒരു ഡോർ ഉണ്ടാക്കാം. നമുക്ക് അത് ഉണ്ടാക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുന്ന കാര്യങ്ങളാണ്. ഒരു കഷ്ണം മുറിച്ചെടുത്ത് അതിന്റെ ടോപ്പ് ഭാഗം ഒന്ന് വളച്ചു കൊടുക്കാം. ഇനി ആ ഡോർ വെക്കുന്ന നമ്മൾ കട്ടിങ് ചെറുതായിട്ട് ചെയ്ത് വരുന്നുണ്ട്. നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബ്ലൂ ആയിട്ടാണ് നമ്മൾ മിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പെയിന്റ് ചെയ്തെടുക്കാം. ഇവിടെ ഞങ്ങൾ ബ്ലൂ പെയിന്റ് ആണ് ഗ്രില്ലിന് അടിക്കാൻ എടുക്കുന്ന. ലവ് ബേർഡ്സ് അത് കുത്തി പൊട്ടിക്കും മക്കളെ. നിങ്ങളെ ലവ് ബേർഡ്സ് പോയത് തന്നെ. അതുകൊണ്ട് ഞങ്ങൾ 8 കമ്പിയും കൂടി ഇടുന്നുണ്ട്. കാരണം അത് പൊട്ടിക്കാണ്ടിരിക്കാൻ വേണ്ടി, ഒന്ന് ഉറപ്പ് കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടി. അപ്പോൾ നമുക്കൊന്ന് സെറ്റിൽ ഒരു ടാഗ് വെച്ചിട്ട് ഒന്ന് ഉറപ്പിച്ചെടുക്കാം. ഒരു ടാഗ് പോരാ, ചുറ്റിനും ടാഗ് വേണം. പിന്നെ 8 കമ്പി വെച്ചിട്ടും ഉറപ്പിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ആ ടാഗ് ഒക്കെ കട്ട് ചെയ്ത് ഓപ്പോസിറ്റ് ആണ് കേട്ടോ. എല്ലാം കൂടുതൽ ഒരു മരക്കൊമ്പാണെങ്കിലും വെച്ചു കൊടുക്കാം. ഇത് നിങ്ങൾ കണ്ടോ, വമ്പന്മാർ ഇനി വരുന്നതേ ഉള്ളൂ. വെയിറ്റ് ആൻഡ് സീ ടു ബി കണ്ടിന്യൂ. വെൽക്കം ടു മൈ ചാനൽ സകല ഗുലാബി. നമ്മുടെ കൂടിൻ്റെ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലിടാൻ വേണ്ടി നമുക്ക് കുറച്ച് ബേർഡ്സിനെ വാങ്ങിക്കാം. കമോ. അപ്പോൾ ഗൈസ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ ചെന്ന് എത്തുന്ന ആർക്കറിയാം. എന്തോ സർപ്രൈസ് വരാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഈ കൂട് നേരത്തെ കണ്ടില്ലേ, അതിലിടാൻ കുറച്ച് ബേർഡ്സ്. അത് അവിടെ എത്തിയിട്ട് നമുക്ക് അടുത്ത വിശേഷങ്ങൾ കാണാം. ഹീലാൻഡ് ആൻഡ് അക്വേറിയം ആൻഡ് ഗാർഡൻ ആൻഡ് പെറ്റ് ഷോപ്പിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. പുലാമന്തോളിലാണ് ഇത് ഉള്ളത്. ഇതിൻ്റെ നമ്പേഴ്സ് ഞങ്ങൾ ഇവിടെ കൊടുക്കാം. ഇവിടെ ബേർഡ്സ് ഉണ്ട്, മീൻസ് ലവ് ബേർഡ്സ്, പീജിയൻ, അങ്ങനത്തെ കുറേ ബേർഡ്സ് ഉണ്ട്. പിന്നെ റാബിറ്റ് ഉണ്ട്. പിന്നെ ഇവിടെ പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഫിഷ് ഉണ്ട്, പ്ലാന്റ്സിൻ്റെ പോട്ടുണ്ട്. പിന്നെ ഇവിടെ ഫിഷുകൾക്കും എല്ലാത്തിനും കൊടുക്കുന്ന, എല്ലാ പെറ്റ്സിനും കൊടുക്കുന്ന ഓരോ ഫുഡുകളും ഞങ്ങൾ വരിയായിട്ട് കാണിച്ചത്. പലതരം പ്ലാന്റ്സ് അവൈലബിൾ ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നമ്പർ ഞങ്ങൾ ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതായിരിക്കും. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ പലതരം പോട്ട്സ് ഉണ്ട്. വലുതുണ്ട്, ചെറുതുണ്ട്, പിന്നെ 30 ലൈൻസ് തൂക്കുന്ന പോട്ട്സ് ഉണ്ട്. കുറേ ഉണ്ട്. വെറൈറ്റി പോട്ട്സ് ആണ് ഇവിടെ മൊത്തം ഉള്ളത്. കണ്ടോ, ഇത് നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ആണ്. നമ്മുടെ മരുഭൂമിയിൽ കണ്ടുവരുന്ന പോലെ എന്തൊരു പ്ലാന്റ് ഉണ്ട്. ഇതിൻ്റെ പേര് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. നമുക്ക് കുറേ പ്ലാന്റ്സ് ഉണ്ട്. ഇൻഡോറിൽ നമുക്ക് വളർത്താൻ പറ്റുന്ന പലതരം പ്ലാന്റ്സ് ഉണ്ട്. പിന്നെ ഇവിടെ വാൾ ഹാങ്ങിങ് പോട്ട്സ് ഉണ്ട്. നമ്മുടെ യൂട്യൂബിലൊക്കെ നമ്മൾ ഈ കാർഡ്ബോർഡ് വെച്ച് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്. പക്ഷേ ഇത് പ്ലാസ്റ്റിക് ആണ് കേട്ടോ. ഇവിടെ പലതരം ഫിഷ് ഉണ്ട്. ഇത് ഓസ്കാറാണ്. പിന്നെ ഇത് ഗോൾഡൻ ഫിഷാണ്, കണ്ടോ. പിന്നെ ഇത് മോളിയാണ്. പിന്നെ അടിയിൽ ടൈഗർ ഫിഷ് ഉണ്ട്, സീബ്ര ഫിഷ് ഉണ്ട്, ഗപ്പീസ് ഉണ്ട്. പിന്നെ കുറച്ച് ലവ് ബേർഡ്സിന് കൂടും ഉണ്ട് അവിടെ. അവിടെ ഉണ്ട് ലവ് ബേർഡ്സിന് കുറച്ച് കൂടും. അക്വേറിയത്തിനുള്ളിൽ വെക്കാനുള്ള പല സാധനങ്ങളുണ്ട്. ടേർട്ടില്, ക്രോക്കഡൈൽ, ഷെല്ല് പോലത്തെ സാധനമുണ്ട്. പിന്നെ അക്വേറിയം ഉണ്ട്. പിന്നെ ഇത് റാബിറ്റും പട്ടികൾക്കൊക്കെ കൊടുക്കുന്ന കൂട്ട് ഒരു ഭക്ഷണമാണ്. അക്വേറിയത്തിലിടുന്ന കല്ലുകളുണ്ട് കേട്ടോ. പിന്നെ വലയുണ്ട്. പിന്നെ ബ്രീഡിംഗ് ബോക്സ് ഉണ്ട്. പിന്നെ അവിടെ ഫുഡുണ്ട്. പിന്നെ ബോട്ടിലായിട്ടൊക്കെ ചെയ്തേക്കണ നമ്മൾ മലയാളികൾ ലോക്ക്ഡൗണിൽ ചെയ്തിരുന്ന കാര്യങ്ങൾ. ഫൈറ്ററിന് കൊടുക്കുന്ന അല്ലെങ്കിൽ ഗപ്പിക്ക് കൊടുക്കുന്ന ഓരോ ബ്രീഡിംഗ് ഫുഡ്സ് ഉണ്ട്. ലാൻഡിൻ്റെ മൊത്തം ഉടമസ്ഥനാണ് ഫൈസലിക്ക. ഫൈസലിക്ക ഇതിനെ പറ്റി മൊത്തം പറഞ്ഞു തരും, ഏതൊക്കെ ലവ് ബേർഡ്സിനാണെന്നൊക്കെ. നമുക്ക് ആഫ്രിക്കൻസിൽ വരുന്ന എന്ന് പറയുന്ന ലവ് ബേർഡാണ്. ഇത് വരുന്നത് ഫിഷർ, ഗ്രീൻ ഫിഷർ എന്നുള്ളതാണ് ഇത് വരുന്നത്.
പിന്നെ വരുന്നത് സീഞ്ചസ് തീർന്നിട്ടുണ്ട്. പിന്നെ വരുന്നത് നമ്മൾ സാധാ ലവ് ബേർഡ്. മുയല്, പിന്നെ പ്രാവ്. ഇവിടെ പ്രാവ് വെയിറ്റ് ചെയ്ത് കിടക്കാം. ഓക്കെ, നാടൻ പ്രാവാണ്. നമ്മൾ വന്നപ്പോ തൊട്ട് ഇതിങ്ങനെ എണീറ്റ് നിൽക്കുന്നുണ്ട്. എന്താ കൊടുക്കുന്നതെന്ന് വിചാരിച്ചിട്ടാണ്. കണ്ടോ? ഒരു പേരുള്ളൂ, ഒന്നല്ലേ ഉള്ളൂ. അതിന് ഒന്നേ ഉള്ളൂ. ഒരാൾ കൊണ്ടുപോയി. ഓക്കെ. നമ്മൾ പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ലവ് ബേർഡ്സ് ഒക്കെ പുറത്തോണ്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ വ്ളോഗർ മമ്മയാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മളെ ലവ് ബേർഡ്സിനൊക്കെ കൂട്ടിലേക്ക് ഇറക്കിയിട്ടുണ്ട്. എല്ലാ ആൾക്കാരും ഇപ്പൊ ഒത്തൊരുന്ന് നിക്കാൻ തോന്നുന്നു. ഇനി കുറച്ച് കഴിഞ്ഞിട്ട് വിട്ട് മാറി നിൽക്കും. വെള്ളം കുടിക്കാനുള്ള സെറ്റിംഗ് ഒക്കെ ഞങ്ങൾ ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഭക്ഷണം